ഹരി ഓം, നമസ്കാരം. എല്ലാവർക്കും ചിന്മയ സന്ധ്യയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ചിന്മയ സന്ധ്യയിൽ പുരുഷ സൂക്തത്തെക്കുറിച്ച് ചിന്ത ചെയ്യാം. എന്തുകൊണ്ടെന്നാൽ ഏറെ ഇപ്പം തെറ്റിദ്ധാരണയ്ക്കും അതുപോലെ തന്നെ അനാവശ്യങ്ങളായ വിമർശനങ്ങൾ, സത്യത്തിൽ ഈ വിമർശിക്കുന്ന ഇത്തരം ആളുകൾ നമ്മൾ സാധാരണ ഭാഷയിൽ പറയാറുണ്ട്, മലർന്നു കിടന്ന് മുകളിലേക്ക് തുപ്പുക എന്ന് പറയും. സ്വന്തം സംസ്കാരത്തെ, പൈതൃകത്തെ, മഹത്തായ പാരമ്പര്യത്തെ, ആ ഒരു ദാർശനിക തലം, അതിൻ്റെ ആ ചിന്തയുടെ അയലത്തേക്ക് സ്പർശിക്കാൻ സാധിക്കാതെ അനാവശ്യമായി വിമർശിക്കുക. എന്തെങ്കിലും വിമർശനത്തിന് എന്തെങ്കിലും ഒരു കാമ്പുണ്ടെങ്കിൽ അതൊന്ന് പരിശോധിക്കാവുന്നതാണ്. ഇതിനെ അനുകൂലിക്കുന്നവരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ അത് അതിലേറെ കഷ്ടമാണ്. ചിലരുടെ രണ്ട് വിഭാഗങ്ങളും ഒരക്ഷരം പഠിക്കാത്ത ആളുകളായിട്ടാണ് നമുക്ക് ചില ചർച്ചകളും അല്ലെങ്കിൽ ഇതിൻ്റെ വർത്തമാനങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് തോന്നുന്നു, നമ്മുടെ വേദത്തിൽ അധിഷ്ഠിതമായ ഈ പുരുഷ സൂക്തം എന്താണ് വാസ്തവത്തിൽ പുരുഷ സൂക്തം പറയുന്നത്? എന്താണ് ഈ പുരുഷ സൂക്തം? ഒന്ന്, 4 വേദങ്ങളിലും പ്രകീർത്തിക്കപ്പെട്ടിട്ടുള്ളതാണ് പുരുഷ സൂക്തം. പുരുഷൻ എന്നാണ് പറയുന്നത്. ആരാ പുരുഷൻ? ലിംഗവാചിയായ മീശക്കാരൻ പുരുഷൻ എന്നാണോ? അല്ല. അപ്പോൾ ഇതിന് വിരാട് വർണ്ണന എന്ന് പറയും. എന്താണ് ഈ വിരാട് വർണ്ണന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വേദാന്ത ശാസ്ത്രത്തിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പുരുഷ സൂക്തത്തിലൂടെയാണ് നമുക്കിതിൻ്റെ പലതിൻ്റെയും അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഘടന നമുക്ക് പിടികിട്ടും. യജ്ഞം എന്താണെന്ന് മനസ്സിലാവും. ഇതെങ്ങനെയാണ് ഇത് വർണ്ണിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാവും. ഇതൊരു ഏറ്റവും കവിയുടെ ഉദാത്തമായ അങ്ങേയറ്റത്തെ ഈ പുരുഷ സൂക്തം കൊണ്ട് അതിനെ അധ്യയനം ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നത് അതാണ് കിട്ടേണ്ടതും, അല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ ഈ വ്യഷ്ടി സമഷ്ടി എന്ന് പറയുന്ന 2 ഘടകങ്ങളുണ്ടല്ലോ. അപ്പോൾ നമ്മളെയൊക്കെ ഓരോ ഇതിൽ നമ്മൾ പരിചയപ്പെടുന്ന 6 ശബ്ദങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ 3 പേരുകൾ, വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ. മറ്റൊന്ന് സമഷ്ടിയിലെ വിരാട് പുരുഷൻ, ഹിരണ്യഗർഭൻ, ഈശ്വരൻ. എങ്ങനെയാണ് ഇതിനെ ആചാര്യന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നത്? എന്നിട്ടാണ് നമ്മൾ ഈ പുരുഷ സൂക്തത്തിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ നമ്മളെയൊക്കെ അവർ പറയുന്നത് ജീവൻ എന്നാണ്. വേദാന്തത്തിൽ ജീവൻ ജീവനേ പറയുന്നുള്ളൂ. അല്ലാതെ ഇന്ന ജാതിക്കാരൻ, ഇന്ന പുരുഷൻ, സ്ത്രീ ഒന്നുമല്ല, ജീവനാണ്. ആ ജീവൻ്റെ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്ന ജാഗ്രത അവസ്ഥ എന്ന് പറയുന്ന ഒന്നാമത്തെ വേക്കിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒന്ന്. ആ ജാഗ്രത അവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ അവരൊരു പേര് കൊടുത്തു. ആ പേരാണ് വിശ്വൻ. അങ്ങനെ ഒരു സമഷ്ടി ജീവന്മാരുണ്ട്. അതിൻ്റെ പേരാണ് വിരാട് പുരുഷൻ. അതെന്താണ്? ജാഗ്രത അവസ്ഥയാണ്. അപ്പോൾ സമഷ്ടി ജാഗ്രത അവസ്ഥയിൽ അഭിമാനിക്കുന്ന ജീവൻ സമഷ്ടിയായിട്ടിരിക്കുമ്പോൾ, നമ്മൾ വ്യക്തി എന്ന് പറയുന്നതും ജനം എന്ന് പറയുന്നതും എങ്ങനെയാണ്? രണ്ടല്ലേ? എങ്ങനെയാണ്? ജനം എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാണുള്ളത്, അല്ല, ഒരു വലിയ കൂട്ടം ആളുകളെയാണ് നമ്മൾ ജനം എന്ന് പറയാം. അങ്ങനെ പറയുന്ന ഒരു പേരാണ് വിരാട് പുരുഷൻ എന്ന് പറയുന്നത്. അതേസമയം വിശ്വനാണ് വിരാട് പുരുഷനായിട്ടിരിക്കുന്നത്. അനേക വിശ്വന്മാർ ചേരുന്നതാണ് വിരാട് പുരുഷന്മാർ. അപ്പോൾ അതിൻ്റെ ഒരു വർണ്ണനയാണ്. അപ്പോൾ ആ വിരാട് പുരുഷനിൽ ആരൊക്കെ ഉണ്ട്? സർവരും പെടും. അതാണ് അതിൻ്റെ മനോഹാരിത. അതേ നമ്മൾക്ക് മറ്റൊരവസ്ഥയുണ്ട്, സ്വപ്നം എന്ന് പറയുന്ന അവസ്ഥ. ജാഗ്രത അവസ്ഥയിൽ നിന്ന് നമ്മൾ വേറൊരു അവസ്ഥയിലേക്ക് മാറുന്നു. ഇത് ദിവസവും നമുക്കുണ്ടാവുന്ന അനുഭവങ്ങളാണ്. അപ്പോൾ ജീവൻ ഒരു പേരുണ്ട്, എന്താണ്? തൈജസൻ എന്ന് പറയും. അപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ജീവൻ്റെ, സ്വപ്ന ശരീരാഭിമാനിയായിരിക്കുന്ന ജീവന് വേദാന്തികൾ, ജ്ഞാനികളായിട്ടുള്ള ഋഷിമാർ നൽകിയിട്ടുള്ള പേരാണ് തൈജസൻ എന്ന് പറയുന്നത്. അത് സമഷ്ടി സ്വപ്ന ശരീരാഭിമാനിയിലോ, അങ്ങനെ ടോട്ടാലിറ്റിയിൽ ഒരു സ്വപ്ന ശരീരാഭിമാനിയുടെ പേരാണ് ഹിരണ്യഗർഭൻ എന്നത്. പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹിരണ്യഗർഭൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമഷ്ടി സ്വപ്ന ശരീര അഭിമാനിയാണ്. അതേപോലെ തന്നെ വ്യഷ്ടി തലത്തിൽ നമുക്ക് മൂന്നാമത്തെ നമ്മുടെ അവസ്ഥയാണ് ഡീപ്പ് സ്ലീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സുഷുപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ജാഗ്രത്, സ്വപ്ന, സുഷുപ്തി.
സുഷുപ്തിയിൽ നമ്മുടെ പേരാണ് പ്രാജ്ഞൻ എന്ന് പറയുന്നത്. അവിടെ ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് ഞാൻ അടയാളപ്പെടുത്തുന്ന എൻ്റെ അനുഭവമാണ്. അപ്പോൾ എനിക്ക് 3 പേരുകൾ, വിശ്വൻ, തൈജസൻ, പ്രാജ്ഞൻ. അത് സമഷ്ടിയിൽ ടോട്ടാലിറ്റിയിലേക്ക് വരുമ്പോഴോ വിശ്വൻ വിരാട് പുരുഷനായി മാറുന്നു, തൈജസൻ എന്ന് പറയുന്നത് ഹിരണ്യഗർഭനാവുന്നു, പ്രാജ്ഞൻ എന്ന് പറയുന്ന കാരണശരീരത്തിൽ നമുക്ക് 3 ശരീരങ്ങളുമുണ്ട്. സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം. പ്രപഞ്ചത്തിനും അതുപോലെ തന്നെ. അപ്പം അവിടെ സമഷ്ടി കാരണശരീരാഭിമാനിയെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പം ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഏതൊന്നിലാണോ, എങ്ങനെയാണോ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഗാഠനിദ്രയിൽ പ്രവേശിക്കുമ്പോൾ നമ്മളുടെ എല്ലാം തന്നെ അന്തർലീനമായിരിക്കുന്നത്, എല്ലാം പ്രകടമാകാതെ ഒരു വിത്തിൽ വൃക്ഷം ഒളിഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ മുഴുവൻ സാധ്യത, അത് നമ്മൾ മാത്രമല്ല, നരിയും പുലിയും ഒക്കെ കിടന്നുറങ്ങുകയാണെങ്കിൽ, ഇതിൻ്റെയൊക്കെ അടുത്ത് നമുക്ക് കിടന്നുറങ്ങാം. എല്ലാവരും ഉറങ്ങുകയാണെങ്കിൽ ഉണരുന്നതിനും വിശപ്പിനും അനുസരിച്ചിരിക്കും ആരാദ്യം ഓടും, ആദ്യം ശേഷിക്കും എന്നുള്ളത്, അത് വേറെ കാര്യം. അപ്പോൾ ഈ വിശ്വൻ വിരാട് പുരുഷൻ, തൈജസൻ ഹിരണ്യഗർഭൻ, പ്രാജ്ഞൻ ഈശ്വരൻ, ഇതാണ്. ആ വിശ്വനെ, വിരാട് പുരുഷനെ വർണ്ണിക്കുകയാണ്. എങ്ങനെ വർണ്ണിക്കുന്നു? അതിഗംഭീരമായ വർണ്ണനയാണ്. ആ പുരുഷ സൂക്തത്തിലെ ആദ്യ മന്ത്രം എന്താണ്? ഓം സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സ ഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം. ഇതാണ് ഒന്നാമത്തെ മന്ത്രം. നമുക്കൊന്ന് പരിചയപ്പെടാം. ഓം സഹസ്രശീർഷ പുരുഷ. ആ പുരുഷൻ, വിശ്വേശ്വരൻ, വിധാതാവ്, എന്താണ്? സഹസ്രശീർഷ, 1000 തലകളോട് കൂടിയിട്ടുള്ളതാണ്. 1000 എന്ന് പറഞ്ഞാൽ മുമ്പും പറഞ്ഞതാണ്, എണ്ണി തിട്ടപ്പെടുത്തിയെടുക്കുന്നത് എന്നല്ല, അനന്തമായ ശിരസ്സുകൾ. അപ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് ആ വിശ്വേശ്വരനെ, പ്രപഞ്ച വിധാതാവിനെ ജാഗ്രത അവസ്ഥയിൽ നിങ്ങൾ കാണുന്നത്? എങ്ങനെയാണ് കാണേണ്ടത്? എന്ത് മനോഹരമാണെന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ ശിരസ്സുകളും, എത്ര ശിരസ്സുകളാണ്! കാണണം നമ്മൾ. നിങ്ങളൊരു പാറ്റയെ കാണുമ്പോൾ അതിനെ കാണണം, അതിൻ്റെ ശിരസ് നോക്കണം. ഒരു ഉറുമ്പ്, പഴുതാര, എലി, വെറും നമുക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ഒരു മുയലിൻ്റെ കുട്ടി, ഒരു മാൻപേട, പശു, ഇത് മാത്രമല്ലടോ ശിരസ്സുള്ളത്. എല്ലാ ശിരസ്സുകളും വിധാതാവിൻ്റെ ശിരസ്സാണ്. ഈ പുരുഷസൂക്ത അധ്യയനം ചെയ്യുന്നവന് പാറ്റയെ കണ്ടാൽ ഉടനെ തല്ലിക്കൊല്ലണം, പെരുച്ചാഴിയെ കണ്ടാൽ ഉടനെ തല്ലിക്കൊല്ലണം എന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല. അവൻ ആ ശിരസ്സിൽ ഉടനെ അവന് ഓർമ്മ വരുന്നത് ഇതാണ്. അപ്പം നിങ്ങൾ തൽക്കാലം ഗൂഗിൾ ചെയ്തെങ്കിലും നോക്കൂ, ഓരോരോ ശിരസ്സുകൾ, ഓരോരോ ജീവികളുടെ. എന്ത് രസമാണെന്നറിയോ കാണാൻ? അത് 8 കാലിയാകട്ടെ, നമ്മൾ പരിചയമില്ലാത്ത ശിരസ്സുകളാണ്. ഇതൊക്കെ നമ്മൾ നോക്കാത്തതാണ്. ഒന്ന് നോക്കണം നിങ്ങൾ. സൂം ചെയ്ത്, ഇന്ന് എന്തൊക്കെ സൗകര്യമുണ്ട്, ക്യാമറ, മൊബൈൽ ഫോണിലൊക്കെ സൂം ചെയ്യാലോ. ഒരു ഇലയിലിരുന്ന് നിങ്ങളുടെ വെണ്ടയ്ക്കയോ തക്കാളിയോ അതും ഇതുമൊക്കെ നട്ടു വളർത്തുന്നു, അല്ലെങ്കിൽ പൂക്കൾ നട്ടു വളർത്തുമ്പോൾ അതിൽ വന്നിരുന്ന് അതിൻ്റെ ഇല തിന്നുന്ന, പൂ തിന്നുന്ന കീടങ്ങളൊക്കെ ഉണ്ട്. നോക്കിക്കോളൂ, നിങ്ങളൊക്കെ അതിനെ സൂം ചെയ്തോളൂ. എന്ത് മനോഹരമാണ് ഓരോന്നിൻ്റെയും. ഈ മഴപ്പാറ്റ എന്ന് പറയുന്ന മഴയത്ത് വരുന്ന സാധനം, ചിത്രശലഭങ്ങൾ, ഈ മഴയത്ത് ഇങ്ങനെ ഈ ചളിവെള്ളവും ഇതൊക്കെ ആയി വരുമ്പോൾ ഇങ്ങനെ നുഴഞ്ഞ് കയറി വരുന്ന മണ്ണിരയുണ്ട്, അതിനുണ്ട് തല. തേരട്ട, അത് വലുതുമുണ്ട്, ചുവന്നതുമുണ്ട്, കറുപ്പുണ്ട്. എന്ന് പറഞ്ഞ് നമ്മളിങ്ങോട്ടേക്ക് കാണുമ്പോഴേ എന്താ പറയുക, മുഖം കോഞ്ഞാട്ടയാവും. എന്തിനങ്ങനെ മുഖം ഇതാക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾക്കത് വിധാതാവിൻ്റെ, നിങ്ങൾ ഈ ഗുരുവായൂർ അമ്പലത്തിൽ പോയി അടികൂടി വാകച്ചാർത്ത് കാണാൻ വേണ്ടിയിട്ട് ആ കൃഷ്ണൻ്റെ തലയൊന്ന് കാണാനോ അയ്യോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്തോ കാര്യമായ തകരാറുണ്ടെന്നേ. നിങ്ങൾക്ക് അവിടെ മാത്രം കാണുമ്പോൾ കണ്ണുനീര് വരികയും ഇതൊക്കെ സചേതനമായി നിൽക്കുന്ന, അതാ പുരുഷസൂക്തം പറയുന്നത് എന്താണെന്നറിയോ? കേവലം ഒരു ശിലയല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഗാന്ധിയൊക്കെ ഓരോരോ ഗാന്ധി പ്രതിമയെന്ന് എണീറ്റ് ഓടി ഈ പറഞ്ഞ ആളുകളെയൊക്കെ തല്ലുമായിരുന്നു.
ഈ ഈ ശിലയായിരിക്കുന്ന അമ്പലത്തിലിരിക്കുന്ന വിഗ്രഹത്തിന് തന്നെ ആ നിലയിൽ എണീറ്റ് നടക്കാൻ പറ്റുമെങ്കിൽ ആദ്യം നമുക്ക് കിട്ടും 4 അടി. അപ്പം ഇതിൽ ഈ വാകച്ചാർത്തിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കണ്ണുനീര് വരുന്നത് എപ്പോഴാണെന്നറിയോ? ഇതെല്ലാം ഇതിൽ നിന്ന് ഒരു നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഉറഞ്ഞു കയറാനുണ്ട്, തള്ളി വരാനുണ്ട്. അതൊരിക്കലും അവിടെ സംഭവിച്ചാൽ ഇവിടെയും സംഭവിക്കും, ഇവിടെ സംഭവിച്ചാൽ അവിടെയും സംഭവിക്കും. അതിവിടെ സംഭവിക്കണം. ഇവിടെ നിന്നാണ് നമ്മളെ അവിടേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ ആ നടയിൽ മുന്നിൽ നിൽക്കുമ്പോൾ ആ ആളുകളുടെ തിരക്ക് കാണുമ്പോൾ തന്നെ ഇത് തിരക്കോ, അയ്യോ ഇതൊക്കെ എന്ത് ആൾക്കാരാണ്. അപ്പോൾ ചിലർക്കുണ്ട് ശബരിമലയ്ക്ക് മാലയിട്ട് വരുന്ന അന്യദേശത്തു നിന്ന് അയൽ സംസ്ഥാനത്തു നിന്നൊക്കെ വരുന്ന ആളുകളെ കാണുമ്പം തന്നെ അവർക്കൊരു ഒരു 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 ഇതാണ്, എന്താ ഇവന്മാരെയൊക്കെ കൊണ്ട് ശല്യമായിരിക്കണമല്ലോ. ആൾത്തിരക്കുകൾ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇത് വരണം. സഹസ്രശീർഷ പുരുഷ, അവൻ്റെ ശിരസ്സുകളാണ് ഇതെല്ലാം. അപ്പോൾ ആരെങ്കിലും തലയിലൊരു തുണി കെട്ടിയിട്ടുണ്ടെങ്കിൽ കണ്ടോ എന്താ നിങ്ങൾക്ക് ഇത്ര അലർജി? അങ്ങനെ തലയിലൊരു വട്ടത്തൊപ്പിയിട്ടവനെ കാണുമ്പോൾ, അല്ലെങ്കിൽ തല മറച്ചിരിക്കുന്നവരെ കാണുമ്പോൾ എന്തിനത്? എല്ലാ തലകളും എല്ലാ ശിരസ്സുകളും ഉറുമ്പ് മുതൽ ഈ പറഞ്ഞ വൈവിധ്യങ്ങളാർന്ന മതചിഹ്നങ്ങളുടെ എന്തൊക്കെയോ ആവട്ടെ, സർദാറിൻ്റെ തലക്കെട്ടായാലും ഏത് തലപ്പാവുകളായാലും അതിമനോഹരമായി വിധാതാവ് നൽകിയിട്ടുള്ള തലപ്പാവുകളുണ്ട്. പല വിധത്തിലുള്ള കിളികൾ, പ്രാണികൾ. ഈ കമ്പിളിപ്പുഴു എന്നൊക്കെ പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് എന്താ പറയുക, അതിൻ്റെ രോമം തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ദേഹമൊക്കെ ചൊറിഞ്ഞതാവും. പക്ഷെ അവൻ്റെയൊക്കെ തല കാണാനുണ്ടല്ലോ എന്തൊരു ഭംഗിയാണെന്നറിയോ? ഒരു ചുവന്ന, ആരെ ഇത്ര മനോഹരമായിട്ട് എന്ത് പെർഫെക്റ്റായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിലെ ആ ചുവപ്പും അതുപോലെ തന്നെ കറുപ്പും, ആ കറുപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ചുവപ്പിനൊരു ഭയങ്കര ഭംഗിയുണ്ട്. തേരട്ടയുടെ തലമണ്ട ഇതുപോലെയാണ്. കൊതുകിനെ വരെ, മൂട്ട, പേൻ, എല്ലാറ്റിനും. ഇതിനെയൊക്കെ ഇനി നിങ്ങൾ നാളെ കിടക്കയെ കൊണ്ട് കിടത്തണം എന്നല്ല, പക്ഷേ ഈ ശിരസ്സുകളെല്ലാം ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുവട്ടത്തെ എത്ര ശിരസ് കണ്ടിട്ടുണ്ട്? സഹസ്രശീർഷ പുരുഷ, എല്ലാ ശിരസ്സുകളും അവൻ്റെ ശിരസാണ്. സഹസ്രാക്ഷ സഹസ്രപാദ്, അവൻ്റേതാണ് ആ കൈകൾ. 1000 കൈകൾ, 1000 തലകൾ, 1000 കാലുകൾ. യുക്തിവാദി ചോദിക്കുകയാണ്, ഇതെന്താ 2000 കാലില്ലാത്തത്? 1000 തലയാണെങ്കിൽ 2000 കാല് വേണ്ടേ? ഇത്രയേ ഉള്ളൂ എൻ്റെ യുക്തിവാദം. ഇതിനപ്പുറത്തേക്ക് ഒരു യുക്തിയൊന്നും ഇനിയില്ല. അതേന്ന് 1000 എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ഒറ്റ കണ്ണനും ഒറ്റ കാലിനുമാണോ? 2000 കണ്ണു വേണമല്ലോ 1000 തല ഉണ്ടെങ്കിൽ. ഇത് 1000 കണ്ണേ ഉള്ളൂ. അപ്പോൾ 1000 തലയും 1000 കണ്ണും 1000 കാലും ശരിയല്ലല്ലോ, കണക്ക് ശരിയല്ല. 1000 തലയ്ക്ക് 2000 കണ്ണ്. പണ്ട് കുഞ്ഞുണ്ണി മാഷിൻ്റെ ഒരു കവിത ഉണ്ട്, വടകര വളവിൽ ഒരു 60 തെങ്ങുണ്ട്, 60 തെങ്ങിലും 60 പൊത്തുണ്ട്, 60 പൊത്തിലും 60 നത്തുണ്ട്, എന്നാൽ നത്തിനു കണ്ണെത്ര. കേട്ട ഉടനെ കുട്ടികൾ വടകര വളവിൽ ഒരു 60 തെങ്ങ്, 60 തെങ്ങിലും 60 പൊത്ത്, ഓക്കെ, 6 6 12 120, 60 പൊത്തിലും 60 നത്തുണ്ട്. അപ്പം 60 നത്ത്, എന്നാൽ നത്തിനു കണ്ണെത്ര. അപ്പം 60 പൊത്തിൽ 60 നത്തുണ്ടെങ്കിൽ ഒരു നത്തിന് 2 കണ്ണ്. അങ്ങനെ കൂട്ടി അപ്പം എന്തായാലും 120 കണ്ണുണ്ടാവില്ലേ? മാഷയുടെ ചോദ്യം എന്താ? എന്നാൽ നത്തിനു കണ്ണെത്ര. നല്ല രസമായിട്ടാണ് മാഷ അത് ചൊല്ലുക. പണ്ട് കോട്ടയം ചിന്മയ മിഷനിലിരിക്കുമ്പോൾ മാഷ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. രാമകൃഷ്ണദേവൻ്റെ പോലത്തെ വേറൊരു ജ്ഞാനിയാണ്. മാഷ അത് ചൊല്ലുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് ചൊല്ലുക. വടകര വളവിലൊരു 60 തെങ്ങുണ്ട്, 60 തെങ്ങിലും 60 പൊത്തുണ്ട്, 60 പൊത്തിലും 60 നത്തുണ്ട്, എന്നാൽ നത്തിനു കണ്ണെത്ര. എത്ര? നത്തിന് കണ്ണ് 2 ഉള്ളൂ, 120 ഒന്നുമില്ല.
ചോദ്യം ഇതാണ്. ഇതേപോലെ ഇവന്മാർ ഈ 120 പറയുന്നത് പോലെയാണ് പുരുഷ സൂക്തം കേട്ടിട്ട് ഓരോന്ന് പറയുന്നത്. 1000 കാലുകൾ, 1000 തലകൾ, 1000 പാദങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ അണ്ഡകടാഹത്തിലെ എല്ലാ കൈകളും, എല്ലാ കാലുകളും, എല്ലാ ശിരസ്സുകളും അവൻ്റേതാണ്. അങ്ങനെ അവനെ ആ ഒരു 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 ഒന്നിനെങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ നിങ്ങൾക്കതിന് സാധിക്കുന്നുണ്ടോ? ഇതാണ് ഇവിടെ ചോദ്യം. എന്നിട്ടും പറയാണ് സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം. കിടക്കുകയാണ്, ഇതെല്ലാം കഴിഞ്ഞിട്ടും 10 അങ്കുലം വീണ്ടും പുറത്തേക്ക് എന്ന് പറയാം, എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ബാക്കിയാണ് കിടക്കുന്ന 10 അങ്കുലത്തിന് നമുക്ക് പല വിധത്തിൽ അതിനെ വ്യാഖ്യാനം ചെയ്യാം. അങ്കുലം ഒരു പഴയ കണക്കാണ്. ഈ കണക്കുകളൊക്കെ തന്നെ നമ്മളെ സംബന്ധിച്ച് മുഹൂർത്തം, അങ്കുലം, ഈ പറഞ്ഞ യുഗം, വർഷം, ഇതൊക്കെ പഴയതിൽ ഒരുപാട് നമ്മുടെ ഇതുമായിട്ട് നോക്കിയാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മളിവിടെ അമേരിക്കയിൽ നിന്നാണ്. ഇവിടെ കിലോ എന്ന് പറയുന്ന കണക്കില്ലല്ലോ. ഇവരിപ്പോഴും അതിൽ പിടിച്ചു നിൽക്കുന്നവരാണ്. പല കാര്യത്തിലും ഈ ഇംഗ്ലണ്ടിനോട് ഒരു അടി സ്വഭാവമുണ്ട്. കിലോമീറ്റർ ഇവർക്കില്ല. ഇപ്പോഴും ഇവർ പഴയ മൈൽസിലാണ് നിൽക്കുന്നത്. അതുപോലെ നമ്മൾ സ്ക്വയർ ഫീറ്റ്, സ്ക്വയർ ഇഞ്ച്, ഇങ്ങനെ പല കണക്ക്, സെൻറ്റ്, ഈ കണക്കുകളിലൊക്കെ എന്താ പറയുക, ഏക്കറൊക്കെ ഇവിടെ ഉണ്ട്. ഇത് പലയിടത്തും നമുക്ക് ഭൂമി അളക്കുന്നതിന് നമുക്കൊരു മാനമുണ്ട്. അതല്ല, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഹിമാലയത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അളവുകൾ മെഷർ ചെയ്യുന്ന അതിനൊക്കെ പല കണക്കുണ്ട്. പണ്ട് ഇതുപോലെയാണ് ഒരുത്തൻ ദൈവത്തിനെ പ്രത്യക്ഷമാക്കി. ഇവനറിയാം ദൈവത്തിൻ്റെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലുതാണ്, ചെറുതൊന്നുമല്ല. അപ്പോൾ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ചെറുത് കിട്ടിയാൽ അതൊരു ഭയങ്കര ഇതായിരിക്കും. അങ്ങനെ എന്തായാലും ഇവൻ ദൈവത്തിനെ പ്രത്യക്ഷപ്പെടുത്തി. അപ്പോൾ ദൈവത്തിനോട് പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ എല്ലാം ഭയങ്കര സംഭവമല്ലേ, അങ്ങയുടെ 1 രൂപ കിട്ടിയാൽ എനിക്ക് എത്രയോ കോടാനുകോടിയാണ്. അപ്പം അങ്ങ് നമ്മൾ ധനികരെക്കുറിച്ച് പറയുമ്പോൾ പറയില്ല, അയാൾക്കൊക്കെ നമുക്കിപ്പോൾ 1 കോടി തന്നപ്പോൾ എന്താ, അയാൾക്ക് 1 രൂപ തരുന്ന പോലെയാണ്. സിനിമാ നടന്മാരുടെ കയ്യിലൊക്കെ കോടാനുകോടികളുണ്ട്. അപ്പം നമുക്കിപ്പോൾ അവർക്കൊരു 1 കോടിയൊക്കെ തരണം എന്ന് വിചാരിച്ചാൽ ഒന്നുമില്ലാന്നേ, അവർക്കൊരു സിഗരറ്റ് വലിക്കുന്ന പോലെയാണ് അതൊക്കെ. നമ്മൾ അങ്ങനെയാണല്ലോ പറയുക. അപ്പോൾ അതേപോലെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമല്ലേ. മൂപ്പരുടെ 1 രൂപ. അങ്ങനെ പോയിട്ട് ദൈവത്തിനോട് ചോദിച്ചു, ഭഗവാനെ, എനിക്ക് അങ്ങയുടെ 1 രൂപ തരുമോ? കാരണം അത് ഇവിടെ കൊണ്ടുവന്ന് മാറ്റിയിട്ട്, അല്ലെങ്കിൽ അത് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അമേരിക്കൻ ഡോളറിന് $1 ഇപ്പം നാട്ടിൽ 100 രൂപയായോന്ന് അറിയില്ല. എന്തായാലും ഇവിടുന്ന് 1 രൂപ കിട്ടിയാൽ അവിടെ അത്രയാണല്ലോ. അപ്പോൾ ദൈവം പറഞ്ഞു, ആഹാ, എന്നാൽ ഒരു കാര്യം ചെയ്യും, 1 മിനിറ്റ് എന്ന് പറഞ്ഞു. ഇവൻ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കാത്തു നിൽക്കുക. അവൻ്റെ ജീവിതം മുഴുവൻ അവിടെ കാത്തുന്നു. കാരണം ദൈവം 1 മിനിറ്റാണ് പറഞ്ഞത്. മൂപ്പരുടെ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഇവൻ്റെ 100 ആയുസ്സാണ്. അപ്പോൾ ഈ കാൽക്കുലേഷനിൽ വ്യത്യാസമുണ്ട്. അതിനെ നോക്കണ്ട. നിങ്ങളിപ്പോൾ ഇതൊക്കെയാണ് യുക്തിവാദികൾ നോക്കുന്നത്. അത്യധിഷ്ഠ ദശാങ്കുലം, ഈ 10 അങ്കുലം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ഇഞ്ചാണോ? എന്നാൽ 10 ഇഞ്ച് തൽക്കാലം പിടിക്കാം. എന്നിട്ടും കിടക്കുകയാണ് 10 ഇഞ്ച്. ഏത്? ഒന്നുമില്ലാതെ എന്ന് പറയാം. അളന്നിട്ടും തീരുന്നില്ല. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സ ഭൂമിം വിശ്വതോ വൃത്വ അത്യതിഷ്ഠദശാങ്കുലം. മുഴുവൻ വ്യാപിച്ചിട്ട് വീണ്ടും കിടക്കുന്നു, 10 അങ്കുലം അധികമായിട്ട് നിൽക്കുന്നു. എന്നിട്ടോ പുരുഷ ഏവേദകം സർവം യദ്ഭൂതം യച്ഛ ഭവ്യം ഉദാമൃതത്വസ്യേഷാനഃ യദന്നേനാതിരോഹതി. എന്ത് രസമാണെന്നറിയാം ഈ പുരുഷ സൂക്തം ഇങ്ങനെ ചൊല്ലാൻ.
അത് കേൾക്കുമ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഈ അർത്ഥവും കൂടെ അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ അത് പുരുഷസൂക്തം ചൊല്ലി ഏതെങ്കിലും മൂർത്തിയിൽ ഇങ്ങനെ ഇതിൽ എന്താ പറയുക ധാര ചെയ്യുമ്പോഴൊക്കെയാണ് ഇത് ചെയ്യുക. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ സ്മൃതിപഥത്തിൽ ഇതെല്ലാം വരണം. അപ്പോഴാണ് നമ്മുടെ കാലിനൊരു കുട്ടി ചവിട്ടുമ്പോൾ അതിൻ്റെ കാലിനൊരു ഒറ്റ ചവിട്ട് കൊടുക്കണം. ഇങ്ങനെയുണ്ട്, എല്ലാ കാലും അവൻ്റേതാണെന്ന് പഠിച്ച് അത് പ്രകീർത്തിച്ച് നമ്മളാണ് വന്നിട്ട് അപ്പുറത്തുള്ളവനോട് പറയുന്നത് കാല് ഞാൻ തല്ലി ഒടിക്കുമെന്ന്. ഇങ്ങനെയുണ്ട്. പുരുഷസൂക്തമായിട്ട് അതിനെന്ത് എന്താ ഉള്ളത്? തലമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും, കാല് ഞാൻ അടിച്ചു പൊട്ടിക്കും, ചെപ്പ കുറ്റിക്ക് ഞാനൊന്നും തരും. ഇത് പുരുഷസൂക്തം നമ്മളെ വിശ്വാമിത്രനാക്കും. വിശ്വാമിത്രൻ എന്ന് പറഞ്ഞാൽ വിശ്വത്തിന് മുഴുവൻ സുഹൃത്താക്കും. ഇപ്പം മിത്രൻ എന്ന് പേരൊക്കെ ഉള്ളൂ, ശത്രുവാണ് എല്ലാവരുടെയും. പുരുഷ ഏവേദഗം സർവം യദ്ഭൂതം യച്ഛ ഭവ്യം. എന്താ ഈ എന്ന് പറഞ്ഞാൽ അതാണ് വൈദിക രീതി. ഈ വേദം ചൊല്ലുന്നതിനൊരു രീതിയുണ്ട്. ഉദാത്തം, അനുദാത്തം, സ്വരിതം, പ്ലുതം. ഉദാത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു നിങ്ങളിത് ഈ പുരുഷസൂക്തമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, അതിലൊരു വരയുണ്ടാവും, അടിയിലൊരു വരയുണ്ടാവും, മുകളിൽ 2 വരയുണ്ടാവും. ഈ മുകളിൽ 2 വരയുള്ളതാണ് സ്വരിതം. വേദം ചൊല്ലുന്നതിൻ്റെ രീതി അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ചൊല്ലിപ്പഠിക്കുന്നത് കാണാം വേദം. അങ്ങനെ ഹൃദിസ്ഥമാക്കും. അപ്പോൾ അത് നമുക്ക് ഉറയ്ക്കും. അപ്പോൾ ഇത് ആശ്രമത്തിൽ ഇങ്ങനെ ചൊല്ലി പഠിച്ചത് കൊണ്ട് ഇത് ചൊല്ലലങ്ങനെ വരുള്ളൂ. പിന്നെ അതിലെ ചില പ്രയോഗങ്ങളുണ്ട്. സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ് സ ഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാംഗുലം പുരുഷ ഏവേദഗും. ഏവേദഗും വൈദിക രീതിയാണ്. ഗും ഈശാവാസ്യമിതഗും സർവം. ഈശാവാസ്യമിതം സർവം. ഇവിടെ പുരുഷ ഏവേദഗും സർവം യച്ഛ ഭൂതം യദ്ഭൂതം യച്ഛ ഭവ്യം ഉദാമൃതത്വശേഷാനഃ യദന്നേനാതിരോഹതി. എന്താണ്? പുരുഷ ഏവേദകം സർവം. ഇതം സർവം, ഈശാവാസ്യം ഇതം സർവം എന്ന് പറയുന്നത് പോലെ ഇവിടെ ഈശൻ എന്ന് പറയുന്നതിന് പുരുഷൻ. പുരുഷൻ എന്ന് പറഞ്ഞാൽ പൂർണ്ണത്വാത്. അതേ പൂർണ്ണനായിരിക്കുന്നവൻ പുരേ ശയനാത്, നമ്മുടെ പുരത്തിൽ ശയിക്കുന്നു. ഇത് മനോഹരമാണ്. എങ്ങനെയുള്ള പുരത്തിൽ? നവദ്വാരേ പുരേ ദേഹി. 9 കവാടങ്ങളുള്ള പുരമാണ് നമ്മുടേത്. നമുക്ക് ഉമ്മറവാതിലും പിന്നെ പിറകിൽ അടുക്കളവാതിലും ഉണ്ടല്ലോ, 2 ഇവിടെ അതല്ല, 9 വാതിലുകൾ. ഏതൊക്കെയാണ് ഈ 9 വാതിലുകൾ? നമ്മുടെ തലമണ്ടയുടെ മുകളിലാണ് ഈ വാതിലുകളിൽ ഏറ്റവും കൂടുതൽ വാതിലുകൾ ഇരിക്കുന്നത്. 7 വാതിലുകൾ. ബാക്കി 2 വാതിലുകൾ വിസർജനേന്ദ്രിയങ്ങൾ. തലമണ്ടയിൽ കാണുന്ന വാതിലുകൾ ഏതൊക്കെയാണ്? 2 വാതിലുകൾ കിഴക്ക് പടിഞ്ഞാറായിട്ട്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വടക്ക് തെക്ക് കിഴക്ക് പടിഞ്ഞാറ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് 4 ദിക്കിലേക്കും എടുക്കാം. 2 ചെവി, 2 മൂക്ക്, 4, 2 കണ്ണ്, 6, പിന്നെ വാക്ക്, വായ, 7. അപ്പോൾ നവദ്വാരേ പുരേ ദേഹി. പുരഞ്ജനോപാഖ്യാനുണ്ട്. ഈ ഓരോരോ കവാടത്തിലൂടെ പുരഞ്ജനൻ കാഴ്ചകൾ കാണിക്കാൻ, പുരഞ്ജനനെ
കാണിക്കാൻ ഓരോരുത്തർ കൊണ്ടുപോകുന്ന അതിമനോഹരമായ കഥ നമുക്ക് പിന്നീട് ഒരിക്കൽ പറയാം. അപ്പം ഈ പുരുഷൻ പുരത്തിൽ ശയിക്കുന്നുണ്ട്, നമ്മുടെ പുരത്തിൽ അവൻ ശയിക്കുക. ആ പുരുഷനാണ് പുരുഷ ഏവേദകം സർവം, ഈ കാണുന്നതൊക്കെ അവനാണ്. യത് ഭൂതം യച്ഛ ഭവ്യം, മുമ്പ് എന്താണോ ഉണ്ടായിരുന്നത്, ഇപ്പോൾ ഉള്ളത് എന്താണ്, നാളെ ഇനി എന്താണ്, അവൻ തന്നെ. യത് ഭൂതം യച്ഛ ഭവ്യം ഉദാമൃതത്വശേഷാനഃ, ദേവന്മാർക്കും എല്ലാറ്റിനും അവനാണ്. അവൻ അമൃതനാണ്, മരണമില്ലാത്തവനാണ്. യതന്നേനാ തിരോഹതി, അവൻ ഇതിനെയൊക്കെ അതിക്രമിച്ച് നിൽക്കും. മരണത്തെയും സകല ഗുണ്ടാവണ്ടികളെയും അത് അതിക്രമിച്ച് നിൽക്കും. ഏതാവാനസ്യ മഹിമാ അതോ ജ്യായാഗംശ്ച പൂരുഷഃ പാദോസ്യ വിശ്വാഭൂതാനി ത്രിപാദസ്യാമൃതം ദിവി. ഏതാവാനസ്യ മഹിമാ, ഇതെല്ലാം ആ വിരാട് പുരുഷൻ്റെ മഹിമയാണ്. ഗുരുദേവൻ്റെ ഈ ദൈവദശകത്തിൽ പറയുമല്ലോ, നീയല്ലോ മായയും മായാവിയും മായാവിനോദനും, നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാര്യനും. നീയും നിന്റെ മഹിമയും മായയും മായാവിയും മായാവിനോദനും. അപ്പം ഇതെല്ലാം എന്താണ്? അങ്ങയുടെ മഹിമ. ടാഗോർ ഏറ്റവും കൂടുതൽ പുകഴ്ത്തിയിട്ടുള്ളത്, എല്ലാ കവികളും ഈ മഹിമയെയാണ് പുകഴ്ത്തിയിട്ടുള്ളത്. എല്ലാ കവികളും പ്രകൃതിയുടെ മഹിമ, പ്രകൃതിയെയാണ് അവർക്ക് എന്ത് മനോഹരമായിട്ട് നമ്മുടെ കവികളൊക്കെ പുകഴ്ത്തിയിട്ടുണ്ട്. ഏതൊക്കെ വിധത്തിൽ. നമ്മുടെ മലയാളത്തിലില്ലേ പാട്ട്, പെരിയാറേ പെരിയാറേ പർവ്വത നിരയുടെ കുളിരും കൊണ്ട് നടക്കും ഒരു മലയാളി പെണ്ണാണു നീ. ഒരു പെൺകുട്ടിയായിട്ട് തുള്ളിച്ചാടി നടക്കുന്ന ഒരു കുട്ടിയായിട്ട്. എന്നിട്ടോ അവളിങ്ങനെ പോകുന്നതാണ്. എന്തൊക്കെ കാണണം നിനക്ക്? അവിടെ മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാൾ കൂടണം, ശിവരാത്രി ആലുവയിൽ വന്ന് ശിവരാത്രി കാണണം. അവസാനമോ നിൻ്റെ വിവാഹമാണ്, നിനക്ക് ചേരണം. എവിടെ പോയി ചേരണം? സമുദ്രത്തിൽ പോയിട്ട്. ഒരു നദി ഇങ്ങനെ ഒഴുകി സമുദ്രത്തിൽ പോണത് കവി എങ്ങനെയാണ് കാണുന്നത്? ഒരു പെൺകുട്ടി, ഒരു മലയാളി പെൺകുട്ടി. എങ്ങനെയുള്ള പെൺകുട്ടി? തുള്ളിച്ചാടി അവൾ പോയിട്ട്. എന്തേ, നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലേ യുക്തിവാദികളെ? നിങ്ങളുടെ യുക്തിവാദി സമ്മേളനത്തിന് ഈ കവി ഇതൊക്കെയാണല്ലോ ആദ്യം ഇടുന്നത്. ഇതൊരു ഭക്തിഗാനമല്ലേ? നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിക്കണം കാല്. എത്ര പാട്ടുകൾ. ഇതിപ്പോൾ ഒന്ന് നമ്മുടെ മനസ്സിൽ വന്നത് ഒന്ന് പറഞ്ഞതാ, ഇങ്ങനെ ഓരോന്നും. അപ്പം അത് നമ്മളെ ഈ മറ്റേ വൈശാലി എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ നമുക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് സാഗരങ്ങളെ പാടി പാടി ഉണർത്തി. അതിലൊരു മനോഹരമായ വരിയുണ്ട്, കന്നിമണ്ണിൻ്റെ ഗന്ധമുയർന്നു. എന്ത് മനോഹരമാണ്. എപ്പോഴൊക്കെ ആദ്യം മഴ പെയ്യുന്നോ ആ കന്നിമണ്ണിൻ്റെ ഗന്ധം വരുന്നു, അപ്പം ഇതിങ്ങനെ ഓർമ്മ വരും. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ആ മണ്ണിൽ വെള്ളം വീണ് ഒരു മഴയുണ്ടാവും, ആ ഒരു മണം വരാനുണ്ട്, കന്നിമണ്ണിൻ്റെ ഗന്ധം. കവികളെല്ലാം ചെയ്തിട്ടുള്ളത് ഈ പ്രകൃതിയെ. എന്നാൽ ഈ മലയാളത്തിലെ അതുല്യമായ ഈ കവിതകളെയൊക്കെ അത് സിനിമാ ഗാനങ്ങളായിട്ടും കവിതകളായിട്ടും ഒക്കെ ഉള്ള ഇതെല്ലാം ആസ്വദിക്കുന്ന ആസ്വാദന ശേഷിയും ശേമുഷിയും ഒക്കെ ഉള്ള നമുക്ക് എന്തുകൊണ്ട് പുരുഷ സൂക്തം പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്കറിയാം കാരണം. ഇത് സംസ്കൃതത്തിലായിപ്പോയി. പിന്നെ ഇത് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുടെ
എന്തോ പൊട്ടത്തരാണെന്ന് കരുതി അവരും അങ്ങനത്തെ കുറച്ച് ആളുകളും ഇതിങ്ങനെ ആഹാ ഹാ ഹീ ഹാ ഓരോ ഹാ എന്നും പറഞ്ഞുകൊണ്ട് മാറ് 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 എന്ന് പറഞ്ഞാൽ എന്തോ ഇത് സംഭവമാണ് എന്നൊക്കെ കരുതി കുറച്ച് ആളുകളെ പേടിപ്പിക്കാൻ ഉപയോഗിച്ചു. പൊന്നു സുഹൃത്തുക്കളെ, ജനങ്ങളെ, ഇതല്ല. ഇത് നിങ്ങൾ ഈ പുരുഷ സൂക്തം നിങ്ങൾ അധ്യയനം ചെയ്താലുണ്ടല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അതിമനോഹരമായ കവിതകളൊക്കെ വരും. അതിമനോഹരമായിട്ടുള്ള കവിതകൾ, ഒരുമാതിരി ഗാനങ്ങൾ, സിനിമാ ഗാനങ്ങളെല്ലാം തന്നെ ഈ വർണ്ണനകളാണ്, വർണ്ണനയാണിത്. ഏതാവാനസ്യ മഹിമ, ഇതെല്ലാം അവൻ്റെ മഹിമയാണ്. ഇതെല്ലാം എന്നിട്ടോ അതോ ജ്യായാഗംശ്ച പൂരുഷ, എന്നാൽ ഇവൻ അതിനെയൊക്കെ അതിവർത്തിച്ച് നിൽക്കുന്നു. പാദോസ്യ വിശ്വാഭൂതാനി, അസ്യ പാദ, അങ്ങയുടെ ഈ പാദം, ഭഗവാന്റെ പാദം എന്ന് പറയുന്നത് ഈ വിശ്വത്തിൻ്റെ ഈ സകലതിനെയും എടുത്തു കഴിഞ്ഞ ഒരു പാദം മാത്രമേ ഉള്ളൂ. ത്രിപാദസ്യാമൃതം ദിവി, പിന്നെയും കിടക്കുകയാണ് അതിൻ്റെ മുക്കാൽ ഭാഗം പുറത്ത് എന്ന് പറയാം. നേരത്തെ ദശാങ്കുലം പറഞ്ഞതുപോലെ ഇത് മനസ്സിലായാലേ വാമനൻ എന്താ പറയുക, രണ്ടടി കൊണ്ടെല്ലാം അളന്നത് മനസ്സിലാവുള്ളൂ. ഇതല്ലാതെ നമ്മളതിനെ ഓണവും ചേർത്തിട്ട് ഏതോ ഒരുത്തൻ വഞ്ചകൻ വന്ന്, ബൂർഷ്വാസി വന്ന് അതിൻ്റെ മേലിലേക്ക് അടിച്ചേൽപ്പിച്ച് എന്തൊക്കെയോ ബ്ലബ് 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 ബ്ല. അങ്ങനെ വാമനൻ ഒരു വില്ലനും മഹാബലി ഒരു എന്താ പറയുക, വാമനൻ്റെയും മഹാബലിയുടെയും കഥയാണെങ്കിൽ അതിന് നമ്മൾ പറയുന്ന ഈ ഓണത്തിൻ്റെ കഥയായിട്ട് അതിന് ബന്ധമൊന്നുമില്ല. മാവേലി എന്ന് പറഞ്ഞാൽ വേറെ ആരെങ്കിലും ഉണ്ടാവും. പണ്ട് മാവേലി സ്റ്റോർ നടത്തിയ ആളും മഹാബലിയും വേറെയാണ്. വാമനൻ ഈ അളന്നു മേടിക്കുന്നത് ഉടമസ്ഥതയെയാണ്. മഹാബലി അഹങ്കരിച്ചു, ഞാൻ എന്തു വേണമെങ്കിലും തരാം, 3 സാമ്രാജ്യങ്ങൾ ചോദിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ ഇതിൻ്റെ ഉടമയാവുന്നത് എങ്ങനെയാണ്? ഇതിൻ്റെ ആരാണ് ഉടമ എന്ന് നിശ്ചയിക്കുന്ന കഥയത്. മഹാബലി പറഞ്ഞിരുന്നെങ്കിൽ വാമനൻ പരാജയപ്പെടുമായിരുന്നു. എന്തു പറയണം? എൻ്റേതെന്ന് പറയാൻ എനിക്കൊന്നുമില്ല വാസ്തവത്തിൽ. ഞാൻ ആരാ അങ്ങേക്ക് ഇങ്ങനെ ഭൂമി തരുമ്പോൾ അങ്ങ് 3 അടി ചോദിച്ചു, ഞാൻ 1 അടി പോലും അളക്കാൻ ഞാൻ പറയാൻ ആരുമല്ല. ഞാൻ അങ്ങനെ ഉടമസ്ഥത ചാർത്തി തരാൻ എനിക്ക് സാധ്യമല്ല, കാരണം ഞാൻ ഒന്നിൻ്റെയും ഉടമയല്ല എന്ന് മഹാബലി ഉറപ്പിച്ച് പറഞ്ഞിരുന്നെങ്കിൽ വാമനൻ ഇവനെ ജയിപ്പിക്കും പരീക്ഷയിൽ. ഇവൻ അതല്ല പറഞ്ഞു. ഈ മഹാബലി പറഞ്ഞു, ഇതൊക്കെ എന്ത് കുട്ടികൾ ചോദിക്കുന്നത് പോലെ കുറച്ചൊക്കെ ചോദിക്കുന്നത്. എന്നോട് 3 സാമ്രാജ്യങ്ങൾ ചോദിക്കൂ, ഞാൻ തരാമെന്ന്. അത് കുറച്ച് അതിരക്കളിയായിപ്പോയി. എന്നാൽ ശരി എന്ന മട്ടിൽ മൂപ്പരെന്ത് ചെയ്തു, കാലെടുത്ത് വെച്ചതേ ഓർമ്മയുള്ളൂ. നമുക്കറിയാം കഥ. നമ്മളും ഒക്കെ ഇങ്ങനെയാണേ. ഈ അമ്പലത്തിൻ്റെ മുന്നിലൊക്കെ പോയി നിന്നിട്ട് നടയിൽ നിന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് 4 ആളുകയൊക്കെ തിരുമേനിയോട് പറയുക, തിരുമേനി ഒന്നും ആവശ്യമില്ലല്ലോ, ഇപ്പോൾ അത്യാവശ്യം വെളിച്ചമൊക്കെ ഇല്ല ഇവിടെ, മുന്നിലൊരു 150 രൂപയുടെ ട്യൂബ് ആ ചൈനക്കാരൻ്റെ അടുത്തൊന്ന് എന്താ പറയുക, അത് ഏതോ മാർക്കറ്റിൽ പോയിട്ട് അവിടുന്ന് വിലപേശി മേടിച്ചു കൊണ്ടുവന്ന് മൂപ്പരുടെ കുടുംബപ്പേര് മുഴുവൻ എഴുതി വെച്ച് അവിടെ ഫിറ്റാക്കിയിട്ട് ദീപാരാധന തൊഴാൻ വന്നപ്പോൾ ചോദിക്കുകയാണ്, ഭഗവാന്റെ കാര്യത്തിന് ഒരു മുടക്കം ഉണ്ടാവരുത്, തിരുമേനി എന്താവശ്യം ഉണ്ടെങ്കിലും പറയണം എന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഇവൻ ഭഗവാന് ദാനം ചെയ്യുന്നവനാ. അവിടെ എത്തുന്നതിന് മുമ്പ് ഇവൻ്റെ കാര്യങ്ങൾ ഷീട്ട് എടുക്കും ഭഗവാൻ. അതുകൊണ്ട് അഹങ്കരിച്ചേക്കരുത് എന്ന് പറയും. അപ്പം ഇതൊക്കെ നമ്മളെ ബോധിപ്പിക്കുന്നത് അതാണ്. അസ്യ മഹിമ, ഇതെല്ലാം അങ്ങയുടെ മഹിമയാണ്. ത്രിപാദസ്യാമൃതം ദിവി, അകന്നു നിൽക്കുന്നു. വീണ്ടും ഇതിലാണ് വരാൻ പോകുന്നത് ബ്രാഹ്മണൻ മുഖത്തു നിന്നുണ്ടായതൊക്കെ നമുക്ക് അടുത്ത ഈ പുരുഷ സൂക്തം നമുക്കൊന്ന് ഒരു ഓടിച്ചൊരു വിചാരമെങ്കിലും ചെയ്യേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്നാണ്. നമുക്കിതിൻ്റെ ബാക്കി ഭാഗം
വരുന്ന ദിവസങ്ങളിൽ കാണാം. ഓം പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.